ഹലോ, എല്ലാവർക്കും നമ്മുടെ ദിശ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് വെയിൽ കൊണ്ട് നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന കേടുപാടുകൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാജിക്കൽ ഫേസ് പാക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വെയിൽ കൊള്ളുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് സ്കിന്ന് ഭയങ്കര ടാനാണ്. അപ്പോൾ ഈ ഒരു സൺടാൻ മാറ്റിയെടുത്തിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം നൽകാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ്, ഡിസ്കളറേഷൻ ഇതൊക്കെ മാറ്റിയെടുത്തിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് ക്യാരറ്റാണ്. അപ്പോൾ ഈ ക്യാരറ്റ് നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റിയെടുത്തിട്ട് സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഇത് സൂര്യപ്രകാശത്തിൽ നിന്നും വരുന്ന ഹാർംഫുൾ ആയിട്ടുള്ള റേസിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു കൊളാജൻ പ്രൊഡക്ഷനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതുവഴി നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല യൂത്ത്ഫുൾ ആയിട്ടിരിക്കാനും ഇത് സഹായിക്കും. അതുപോലെ ഇത് ആക്നെ, പിമ്പിൾസ് ഇതൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ആൻറ്റി ഏജിങ് ആണ്. ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ ഏജ് ആവും തോറും നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വീഴാനും സ്കിൻ സാഗ് ചെയ്യാനും ഒക്കെ തുടങ്ങും. അപ്പോൾ ഈ ഒരു ഏജിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാരറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇതിലുള്ള ഘടകങ്ങൾ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഏജിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുവഴി നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ വരാതിരിക്കാനും സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് നിർത്താനും അതുപോലെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട് ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ സ്കിൻ ലൈറ്റനിങ്ങിന് ഇത് വളരെയധികം നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ക്യാരറ്റിൽ. അപ്പോൾ നമുക്ക് ക്യാരറ്റ് കുറച്ച് മതി. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു സമയത്തേക്കായിരിക്കുമല്ലോ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാൻ എത്രത്തോളം ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുക്കാം. നമുക്ക് കൈകളിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ കയ്യിലൊക്കെ ഇപ്പം വെയിലേറ്റിട്ട് ഭയങ്കരമായിട്ട് ടാനാവും. അപ്പോൾ നമുക്ക് കൈകളിലും ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് ക്വാണ്ടിറ്റി നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ക്യാരറ്റ് എടുത്തിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് നെല്ലിക്കയാണ്. ഇപ്പോൾ നെല്ലിക്കയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിന് വൈറ്റമിൻ സി വളരെ അത്യാവശ്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്കിന്നിന് മാത്രമല്ല നമ്മുടെ മുടിക്കും നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് വൈറ്റമിൻ സി. അതുപോലെ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ വൈറ്റമിൻ സി വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ വൈറ്റമിൻ സി നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തിനും എല്ലാത്തിനും നമുക്ക് ഈ നെല്ലിക്ക കഴിക്കുന്നതും അതുപോലെ തന്നെ നമുക്കിത് പുറമേയും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു നെല്ലിക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു നെല്ലിക്കയുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ജ്യൂസിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം നെല്ലിക്കയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാനിവിടെ ജസ്റ്റ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ ജ്യൂസും നെല്ലിക്കയുടെ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു ബേസ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ബേസിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഇൻഗ്രീഡിയൻറ്റ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലമാവാണ്. അപ്പോൾ നിങ്ങൾക്ക് കടലമാവിന് പകരമായിട്ട് അരിപ്പൊടി എടുക്കാം, ഗോതമ്പിൻ്റെ പൊടി എടുക്കാം, ഓട്സിൻ്റെ പൊടി എടുക്കാം, അതുപോലെ എന്താ പറയുക സാൻഡൽവുഡ് പൗഡർ എടുക്കാം, ലിക്വിഡ് റൈസിൻ്റെ പൗഡർ എടുക്കാം. ഓക്കെ, അതുപോലെ പിന്നെന്താണ് മസൂർ ഡാൽ അതിൻ്റെ പൗഡർ എടുക്കാം. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്ക് ജസ്റ്റ് ഒരു ബേസ് വേണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം കടലമാവ് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഡ്രൈ ആക്കാനുള്ള ഒരു ഇതുണ്ട്. അത് കാരണം കുറച്ച് പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന
ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. അതുപോലെ തേൻ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു സ്കിന്നിൻ്റെ മോയ്സ്ചറൈസിങ്, ഇപ്പോൾ കടലമാവോ അരിപ്പൊടി അങ്ങനത്തെ ബേസ് ചേർക്കുമ്പോൾ സ്കിന്ന് കുറച്ചൊന്ന് ഡ്രൈ ആകാനുള്ള വെച്ചാൽ സാധ്യതയുണ്ട്. അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പാൽപ്പൊടി അല്ലെങ്കിൽ മിൽക്ക്, തൈര്, അലോവേര ജെൽ അല്ലെങ്കിൽ തേൻ, ഇതിലേത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിത് നമ്മുടെ ഫേസിലും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ഒരു 20 മിനിറ്റ് നമ്മളിത് വെച്ചിരിക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്കൊരു ആഴ്ചയിൽ ഒരു 3-4 തവണ ചെയ്യാവുന്നതാണ്. റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഡിഫറൻസ് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ വെയിലത്തൊക്കെ ഡെയിലി പോയി വരുന്നവരാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കറിയാം, ഡെയിലി വെയിൽ കൊള്ളുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ അത്രയും എന്താ പറയുക ഭയങ്കരമായിട്ട് ടാനായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്ന നേരത്ത് ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഇത് ഇട്ടിട്ട് ഒരിക്കലും വെയിലത്തോട്ട് പോകാൻ പാടില്ല. കാരണം നമ്മൾ ഈ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയ ഒരു ഫേസ് പാക്ക് ആണിത്. അത് കാരണം നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഉടനെ തന്നെ വെയിലത്ത് പോവുകയാണെങ്കിൽ സ്കിൻ വീണ്ടും ടാൻ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കാരണം നമ്മളിത് വെയിലത്ത് നിന്നൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അപ്ലൈ ചെയ്യാം. വൈകുന്നേരമോ രാത്രിയൊക്കെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീട്ടിൽ നിങ്ങളിങ്ങനെ വെറുതെ നല്ല സമയമൊക്കെ കിട്ടിയിരിക്കുന്ന നേരത്താണെങ്കിൽ, അതായത് സമയമൊക്കെ ഉള്ള നേരത്താണെന്നുണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ആ ഒരു സ്കിന്നിലുണ്ടാകുന്ന ഡാമേജൊക്കെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.